ആ നിന്റെ അമ്മ ഒരുങ്ങി നിൽക്കുവാന്നോ? അമ്പലത്തിലോട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞായിരുന്നു. ആ അമ്മ വീട്ടിലുണ്ട്. ആഹാ, അതെ, രതി ചേച്ചി ഉണ്ടോ? അപ്പുറത്തുണ്ടടാ, ചെല്ല്. രതി ചേച്ചി, ഓ പുസ്തകവും വീക്കിലിയും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചോളൂ. എന്നാ ഞാൻ പോട്ടെ. ശരി. വിളിക്കുന്നിടത്ത് വരും, പറയുന്ന പോലെ ചെയ്യും. ആര്? ആരെയും. മഹാറാണിമാരെ പോലും ഈ വിദ്യ പ്രയോഗിച്ചിട്ടാണ് പഴയ മഹാന്മാര് കയ്യിലെടുത്തിട്ടുള്ളത്. എന്ത് വിദ്യ? വശ്യം. വശ്യം? ഭസ്മം. എന്ത് ഭസ്മം? മന്ത്രഭസ്മം. വശീകരിക്കാനായിട്ട് നോട്ട് കെട്ടിരിക്കുന്ന പെണ്ണിനെ അതുകൊണ്ടൊരു കുറിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ അവൾ ഇങ്ങോട്ടും ഒന്ന് നോക്കണം. സംഗതി ഏറ്റതാ. ആ പിന്നെ അതിനൊരു മുറയൊക്കെ ഉണ്ട്. കുളിച്ച് ശുദ്ധമായിട്ടേ ഭസ്മം തൊടാവൂ. തൊട്ടാ പിന്നെ അവൾ ആ കുറി കാണുന്നത് വരെ കമാന്നൊരു അക്ഷരം ഉരിയാടാൻ പാടില്ല. രാത്രി പോയി വിളിച്ചോ, ഉറക്കപ്പായം എഴുന്നേറ്റ് വിളിപ്പുറത്ത് വരും. വന്ന് വാലുവാട്ടി നിൽക്കും. എവിടെ കിട്ടും കൊച്ചുമണി ഇത്? ഏത്? ഈ പറഞ്ഞ ഭസ്മം ഉണ്ടാക്കണം. എങ്ങനെ? കുറച്ച് മെനക്കേടുണ്ട്. പറ. എണ ചേർന്നിരിക്കുന്ന ഓന്തില്ലേ, ഓന്ത്, അതിനെ ചാണകം എറിഞ്ഞു പിടിക്കണം. അതും ചേന ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകവും കൊണ്ട്. ചാണകത്തിനുള്ളിലിരുന്ന് അതങ്ങ് ചത്തോളൂ. അതിനെ പൊതിഞ്ഞെടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചി കൊണ്ടുവച്ചുണക്കി പൊടിയാക്കണം. എന്നിട്ട് അതിലൊരു മന്ത്രമുണ്ട്. ആ മച്ചിത്തെങ്ങിന്റെ ഉച്ചി വെച്ച് ഉണക്കുന്നു. നടപ്പുള്ള കാര്യം വല്ലതുണ്ടെങ്കിൽ അത് പറ കൊച്ചുമണി. സംഗതി സ്വല്പം പാടാം. പക്ഷെ അമ്പാനൊന്നും മെനക്കെട്ട രണ്ടോന്തിനെ നിസ്സാരായിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. പിടിച്ച് തന്ന ബാക്കി അടിയനേറ്റു. അമ്പാൻ മനസ്സ് വിടണ്ട. നമ്മുടെ പണിക്കർ മന്ത്രവാദിയുടെ കയ്യിൽ കാണൂ ഇത്. ഈ ഭസ്മം നമുക്ക് അങ്ങേരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഒരു ഇച്ചിരി വല്ലാം കാശ് കൊടുക്കേണ്ടി വരും. എന്തു കൊടുക്കേണ്ടി വരും? തൽക്കാലം നമുക്കൊരു 5 രൂപയുടെ സാധനം മേടിച്ച് ഒരു പൂശ. 5 രൂപ മതിയോ? ആ, അത് നമുക്കുണ്ടാക്കാം. അമ്പാനെ, ആത്മധൈര്യം പോയാൽ ആണുങ്ങള് ആടലോടകം പോലെയാ. സ്വാഹ. നേരം വെളുക്കുന്നതിന് മുമ്പ് കുളിച്ചല്ലോ. എവിടെ പോവാനാ? അല്ല, ഇന്ന് ഭസ്മം തൊടിയിലൊക്കെ ഉണ്ടല്ലോ. എന്തുവാ വിശേഷം? നീ പോടാ.
ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആഹാ, ഇന്ന് പോയില്ലേ പപ്പു ലൈബ്രറിയില്? ഇല്ല. അന്ന് എന്തിനായിരുന്നു പപ്പു ഭസ്മം തൊട്ടുകൊണ്ട് തപസിരുന്നത്? എന്തിനായിരുന്നു? ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വശീകരിക്കാൻ. ആ? ആര്? ആരെയാ പപ്പൂസിന് വശീകരിക്കേണ്ടത്? രതി ചേച്ചിയെ. പപ്പൂസ്, അതെ. എന്താ കുട്ടി ഇത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസം കാണിക്കുകയാണോ? മതി, മേലിൽ എൻ്റെ അടുത്ത് ഈ കളിയും തമാശയും കൊണ്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം.